നെയ്യാറ്റിൻകര രൂപതയിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് തെക്കൻ കുരിശുമല. തിരുവനന്തപുരം ജില്ലയും കന്യാകുമാരി ജില്ലയും കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന അതിർത്തി ജില്ലകളിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് തെക്കൻ കുരിശുമല. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കുരിശ് അനേകർക്ക് ആശ്വാസവും ആലംബവും ആയി മാറിയിരിക്കുകയാണ്. ബെൽജിയം മിഷണറിയായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് വോട്ടേഴ്സ് 1957 മാർച്ച് 27-ാം തീയതിയാണ് നെറുകയിൽ ആദ്യമായി കുരിശ് സ്ഥാപിക്കുക. അന്നു മുതൽ ഇന്ന് വരെ നാനാ ജാതി മതസ്ഥർ നോമ്പ് അനുഷ്ഠിച്ച് മല കയറി നെറുകയിലെ വിശുദ്ധ കുരിശിൻ അഭയം പ്രാപിക്കുകയാണ്. 69ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനം 2026 മാർച്ച് 15 മുതൽ 22 വരെയും ഏപ്രിൽ 2 പെസഹ വ്യാഴം 3 ദുഃഖവെള്ളി എന്നീ ദിവസങ്ങളിലായി നടക്കുന്നു. തമിഴ്നാട്ടിലെയും കേരളത്തിൻ്റെയും ഗവൺമെൻറ്റുകൾ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് എല്ലാവിധമായുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നതിലേക്ക് വേണ്ടി സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗതാഗതം, വൈദ്യുതി, ആരോഗ്യം, ഫയർഫോഴ്സിൻ്റെ സേവനം, മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകൾ സജീവമായിട്ട് രംഗത്ത് വരികയും കമ്മിറ്റികൾ കൂടുകയും അതിന് വേണ്ടുന്ന ഒത്താശകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടറിൻ്റെ ആഭിമുഖ്യത്തിൽ പാറശാല MLA ഹരീന്ദ്രൻ്റെ അധ്യക്ഷതയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വ്യക്തികളെ ഒരുമിച്ച് കൂട്ടി 69ാമത് തീർത്ഥാടനത്തെ വിലയിരുത്തുകയും അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 69ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ആപ്തവാക്യം വിശുദ്ധ കുരിശ് നിത്യജീവൻ്റെ ഉറവിടം എന്നാണ്. നിത്യജീവൻ ഈ പ്രകൃതിയിൽ ആദ്യമായി ദൈവമാണ് നൽകിയിരിക്കുന്നത്. സ്വർഗീയ പർദീസയിൽ നിത്യജീവൻ്റെ വൃക്ഷം നട്ടു വളർത്തിക്കൊണ്ട് ദൈവികമായ ജ്ഞാനവും നീതിയും സ്വാതന്ത്ര്യവും കരുണയും സമാധാനവും അവിടുന്ന് നൽകിയിരിക്കുകയാണ്. നിത്യജീവൻ്റെ വൃക്ഷമായി, ഫലദായകമായ വൃക്ഷമായി ഇന്ന് ലോകത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് നിത്യജീവനായ യേശുവിൻ്റെ ജീവിതമാണ്. യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും സർവ്വജനതയ്ക്കും നിത്യജീവനായി മാറിയിരിക്കുകയാണ്. യേശു ക്രിസ്തു ജീവനാണ്, ജീവിതമാണ്. നിത്യജീവൻ ജീവനാണ്, ജീവിതമാണ്. അത് എല്ലാ മനുഷ്യരും എല്ലാ കാലത്തും അനുഭവിച്ച് നിത്യജീവൻ പങ്കുചേർന്ന് മുന്നോട്ട് പോകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുക. ഈ വർഷം തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിലൂടെ ഈ ഒരു വിഷയം ജനഹൃദയങ്ങളിലേക്ക്, ലോകത്തിലേക്ക് നാം പകർന്നു കൊടുക്കുകയാണ്. അതിനു വേണ്ടുന്ന
എല്ലാ സജ്ജീകരണവും നാം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാർച്ച് മാസം 17-ാം തീയതി രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കോൺക്ലേവ് ഓൺ നേരോ ഗേറ്റ്, ഇടുങ്ങിയ വാതിൽ. അവിടെ പ്രധാനമായിട്ട് നാം ചിന്തയ്ക്ക് വച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് സത്യം, സ്വാതന്ത്ര്യം, നീതി, കാരുണ്യം, സമാധാനം, ഈ കാര്യങ്ങൾ ഏകദേശം 20ഓളം മേഖലകളിൽ എപ്രകാരമാണ് പ്രാവർത്തികമാക്കുന്നത്, ഈ കാര്യങ്ങൾ അവിടെ പ്രാവർത്തികമാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ, 3-ാം സഹശാബ്ദത്തിലേക്ക് എത്തിയിരിക്കുന്ന നമുക്ക് ഈ മേഖലകളിൽ എങ്ങനെ ഇവ പ്രാവർത്തികമാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള അന്വേഷണവും പങ്കുവയ്ക്കലും നിലപാടുകളുമാണ് ഈ കോൺക്ലേവിലൂടെ നാം കൈകാര്യം ചെയ്തതിലേക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ആ കോൺക്ലേവ് സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടിയും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. മാർച്ച് മാസം 15-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വെള്ളറട ജംഗ്ഷനിൽ നിന്ന് നിത്യജീവൻ്റെ കുരിശിൻ്റെ വഴി നടത്തുകയാണ്. ഉണ്ടങ്കോട് ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ നിത്യജീവൻ്റെ കുരിശിൻ്റെ വഴി സംഗമവേദിയിൽ എത്തിച്ചേരുകയും തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലി നടത്തുകയും അതിനുശേഷം ഉദ്ഘാടന സമ്മേളനം നടക്കുകയും ചെയ്യുകയാണ്. 16-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് പതാക പ്രയാണവും തുടർന്ന് കൊടി ഉയർത്തൽ കർമ്മവും നടക്കുക. അത് നെയ്യാറ്റിൻകര രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ സെൽവരാജൻ ദാസൻ അവറുകളാണ് നിർവഹിക്കുക. തുടർന്ന് പൊന്തിഫിക്കൽ ദിവ്യബലിയും ഉണ്ടാകും. തുടർന്ന് നടക്കുന്ന എല്ലാ തിരുക്കർമ്മങ്ങളിലും മല കയറുന്നതിലേക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിലേക്ക് വേണ്ടിയും അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 21-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് പൊന്തിഫിക്കൽ ദിവ്യബലിയും അത് മലങ്കര ക്രമത്തിലാണ് നടക്കുന്നത്. തുടർന്ന് പീസ് ഫെസ്റ്റ് എക്സലൻസ് അവാർഡ് 2K25 നൽകുന്നുണ്ട്. 3 വ്യക്തികളാണ് ഈ വർഷവും നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്ന് ഫാദർ പീറ്റർ ചക്കിയാത്ത് OCD, മുൻ മന്ത്രിയും രാഷ്ട്രീയ മേഖലകളിൽ സജീവ പ്രവർത്തകനുമായിരിക്കുന്ന ശ്രീ ബിനോയ് വിശ്വം, സാഹിത്യ മേഖലകളിൽ അഗ്രഗണ്യനായ ശ്രീ ദേവദാസ് അവർകൾക്കുമാണ്. അന്നേ ദിവസം തന്നെ കീർത്തന സന്ധ്യയും ഉണ്ടായിരിക്കും. വിശുദ്ധ കുരിശ്, നിത്യജീവൻ്റെ ഉറവിടവും കുരിശുവിലയും ആസ്പദമാക്കി 12 വരികൾ എഴുതി മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടുന്ന അവസരവും നൽകിയിട്ടുണ്ട്. 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് നെയ്യാറ്റിൻകര രൂപത എമിരിറ്റസ് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ വിൻസെൻ്റ് സാമുവിൻ്റെ മുഖ്യകാർമ്മികത്തിൽ ദിവ്യബലിയും, വൈകുന്നേരം 4 മണിക്ക് സമാപന ദിവ്യബലിയും, തുടർന്ന് പതാക താഴ്ത്തലും, തുടർന്ന് തീർത്ഥാടന സമ്മേളനവും നടക്കുകയാണ്. തീർത്ഥാടന സമ്മേളനത്തിലും ഉദ്ഘാടന സമ്മേളനത്തിലും മതമേലധ്യക്ഷന്മാരും വിവിധ മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും സംബന്ധിക്കുന്നുണ്ട്. ജാതി മത ഭേദമന്യേ തീർത്ഥാടനം നടത്തുന്ന ഏക സ്ഥലമാണ് തെക്കൻ കുരിശുമല. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങൾ, ജർമ്മനി, ബെൽജിയം ഇവിടെ നിന്നുള്ള തീർത്ഥാടകരും
ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ പുണ്യഭൂമി സന്ദർശിക്കുവാനും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ഐശ്വര്യവും കർത്താവിൻ്റെ സൗന്ദര്യവും ലഭ്യമാകുവാൻ, സ്നേഹത്തോടെ സമാധാനത്തോടെ മുന്നേറുവാൻ, യുദ്ധമില്ലാത്ത ഒരു ജീവിത രീതി പടുത്തുയർത്തുവാൻ നമ്മെ ആഹ്വാനം ചെയ്ത് എളിമയുടെയും വിനയത്തിൻ്റെയും സ്വയം ജീവിത അർപ്പണത്തിൻ്റെയും സ്വജീവൻ നൽകലിൻ്റെയും ഭാഗമായി നിൽക്കുന്ന ഈ തെക്കൻ കുരിശുമല നമ്മെ എല്ലാവരെയും മാടി വിളിക്കുകയാണ്. പ്രകൃതി രമണീയവും കിഴക്കാൻ തൂക്കായിട്ടുള്ള സ്ഥലവും സൂര്യ ഉദയവും സൂര്യ അസ്തമയവും കുളിർക്കാറ്റുമൊക്കെ എല്ലാവർക്കും ശാന്തി പകരുന്ന ഒരു അനുഭവമാണ്. ലക്ഷോപലക്ഷം ആൾക്കാരും ഈ മല കയറുന്ന സമയത്ത് നമ്മുടെ കർത്താവായ ഈശോമിശിഹ തൻ്റെ ദിവ്യമായ കുരിശിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പകരുവാനും അവരെ രക്ഷിക്കുവാനും അവിടുന്ന് ഇന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കുകയാണ്. ഈ വർഷം ഏകദേശം 40 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് നാം അവിടെ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കും അതിൽ പങ്കുകാരാകാം. ജാതിയും മതവും വർണ്ണവും വർഗവും സ്ത്രീ പുരുഷ ലിംഗ വ്യത്യാസമില്ലാതെ നടക്കുന്ന 69ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ കുരിശ് നിത്യജീവന്റെ ഉറവിടം എന്ന ആപ്തവാക്യവുമായി 69ാമത് തെക്കൻ കുരിശുമല മഹാതീർത്ഥാടനം 2026 മാർച്ച് 15 മുതൽ 22 വരെയും ഏപ്രിൽ 2 പെസഹ വ്യാഴം 3-ാം തീയതി ദുഃഖ വെള്ളിയാഴ്ചയിലുമായി നടത്തപ്പെടുന്നു. ജാതിമത ഭേദമന്യേ ഏവരെയും വെള്ളറട തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. കുരിശുമലയിൽ കുരിശും പേറി അനുഗ്രഹം തേടി ക്രൂശിതൻ പാദം തൊട്ടുവണങ്ങും ഭക്തരാം ഞങ്ങൾ നിന്നുടെ